ദ പെറ്റ് ഡിറ്റക്റ്റീവ് നമ്മുടെ ഷറഫുദ്ദീനും അനുപമ പരമേശ്വരനും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ഏറ്റവും പുതിയ ചിത്രം. അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കാണാം. പ്രണീഷ് വിജയൻ എന്ന് പറയുന്ന ആളാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ഗൺസ് അപ്പോൺ എ ടൈമോ, ചെറു സിദ്ധാർത്ഥ. നമുക്കിതെന്ന് പറഞ്ഞു ഷറഫുദ്ദീനാണ് പുള്ളിയുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ്. രാജേഷ് മരിക തോന്നുന്നു മ്യൂസിക്. മെക്സിക്കോ. ഇന്റർനാഷണൽ ഡിറ്റക്റ്റീവ്സ്. അനുപമ. പ്രേമത്തിന് ശേഷല്ലേ? ഇനി എന്റെ പെട്ട് അത് പെറ്റ് ഡിറ്റക്റ്റീവ്. ഓക്കെ ഓക്കെ. ഗോകുലം ഗോപാലൻ. ഓക്കെ, ഇത് മറ്റേ മേരിയും ഗിരിരാജൻ കുഴിയും കുറെ നാൾക്ക് ശേഷം ഒരുമിച്ച് ഒരു പ്രേമ സിനിമ. എനിക്കൊന്ന് പ്രേമം സിനിമയുടെ ആ ഒരു ടീമാണെന്ന് തോന്നുന്നു. മ്യൂസിക്കും നമ്മുടെ സിനിമാറ്റോഗ്രഫിയും ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിലറാണ്. എന്താണ് സംഭവം എന്നുള്ളത്, എന്ത് കേസിന് പകരം ഒരു ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് മൂവീസ് മലയാളത്തിലും തമിഴിലൊക്കെ ഒരുപാട് ഇറങ്ങാറുള്ളതാണ്. ഒരു ഇഷ്യൂ ഇവിടെ നടക്കുന്നു, ഇപ്പുറത്തെ തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കെയോസിന് പുറകെ കുറെ ആൾക്കാർ നടക്കുന്നു. അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവിയാണെന്ന് തോന്നുന്നു. പിന്നെ ഷറഫുദ്ദീൻ എന്ന് പറയുന്ന നടന്റെ ഒരു അദ്ദേഹം ഇപ്പൊ ചൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളും അദ്ദേഹം ആസ് എൻ ആക്ടർ അദ്ദേഹം വന്ന ഒരു ഇവോൾവ് ചെയ്തേക്കുന്ന വിധം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ഈ പടം അദ്ദേഹം പ്രൊഡ്യൂസ് കൂടെ ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസ് ചെയ്ത സ്ഥിതിക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ അദ്ദേഹത്തിന് അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നും കൂടെ തോന്നുന്നത്. സോ ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. ഒരുപാട് കാസ്റ്റ് ആൻഡ് ക്രൂ ഉണ്ട്. എനിക്കൊന്ന് ഇത് സംവിധായകന്റെ ഫസ്റ്റ് മൂവിയാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് മ്യൂസിക് ആൻഡ് സിനിമാറ്റോഗ്രഫി ഒക്കെ പ്രേമം ടീം തന്നെയാണ്. നമ്മുടെ മ്യൂസിക് ഇത് രാജേഷ്, പ്രേമത്തിന്റെ മ്യൂസിക് ഡയറക്ടറാണ്. സോ പക്ഷേ ഈ അനുപമയുടെ ക്യാരക്ടർ ഞാനത് ത്രൂ ഔട്ട് ആ ഒരു ട്രെയിലർ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ബട്ട് പുള്ളിക്കാരി കുറച്ചൊരു ഗ്ലിംസ് പോലെ ഉള്ളൂ. അതെന്താന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി തന്നെയാണ്. പിന്നെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ടും ആ പെറ്റുകളെ കൊണ്ടുള്ള പരിപാടി വളരെ ലിമിറ്റഡ് ആക്കി വെച്ചേക്കുവാണ്. സോ അതെനിക്ക് തോന്നുന്ന സിനിമയുടെ മെയിൻ പോർഷൻ ആകാം, അതുകൊണ്ടാകാം. ബട്ട് കൊള്ളാം. എനിക്ക് മറ്റേ നമ്മുടെ മീമിലൊക്കെ യൂസ് ചെയ്യുന്ന അതൊക്കെ അവർ യൂസ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട്. പിന്നെ ഒരുപാട് എഫക്റ്റുകളും ടെക്സ്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. കൊള്ളാം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ആക്ടറിന്റെയും ഷറഫുദ്ദീൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിനും ഒരു കിടിലൻ സിനിമ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിന്റെ ഡയറക്ടറിനും ഒരു നല്ല കിടിലൻ ഒരു എൻട്രി മലയാള സിനിമയിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾ ഓൾറെഡി ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.